Let's study about an important concepts in macroeconomics, that is inflationary and deflationary gap. In the Keynesian framework, aggregate supply does not change in short run. ഷോർട്ട് റണ്ണിൽ അഗ്രിഗേറ്റ് സപ്ലൈ ഫിക്സ്ഡ് ആയിരിക്കും. നമുക്കറിയാം കെയ്ൻസ് ഒരു ഷോർട്ട് റൺ എക്കണോമിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് കെയ്ൻസ് അഗ്രിഗേറ്റ് സപ്ലൈനെ ഫിക്സ്ഡ് ആക്കി വെച്ചു. ഹെൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എലോൺ ഡിറ്റർമൈൻസ് ഔട്ട്പുട്ട് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ എക്കോണമി. അപ്പോൾ എക്കോണമിയുടെ ഔട്ട്പുട്ടും ഇൻകവും എംപ്ലോയ്മെൻറ്റും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ് അക്കോർഡിംഗ് ടു കെയ്ൻസ്. അക്കോർഡിംഗ് ടു കെയ്ൻസ് ദർ ആർ 3 പോസിബിലിറ്റീസ്. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ മൂന്ന് സാധ്യതകൾ കാണാൻ പറ്റും. ഒന്നാമതായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. നമുക്കറിയാം അഗ്രിഗേറ്റ് സപ്ലൈ ഫിക്സ്ഡ് ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമാകുമ്പോൾ വി വിൽ ഗെറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ എഫക്റ്റീവ് ഡിമാൻഡ് റിക്വയർഡ് ഫോർ ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇപ്പം എക്കോണമി ഫുൾ എംപ്ലോയ്മെൻ്റ് ആകണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഡിമാൻഡ് ഉണ്ട്, എഫക്റ്റീവ് ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡിനേക്കാളും കൂടുതൽ ചില സമയത്ത് അഗ്രിഗേറ്റ് ഡിമാൻഡ് വരും. ഓക്കെ, അതാണ് ശരിക്കും ഇൻഫ്ലേഷണറി ഗ്യാപ്പിലോട്ട് പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ എഫക്റ്റീവ് ഡിമാൻഡ് റിക്വയർഡ് ഫോർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഡിമാൻഡ് ഉണ്ട്, അതിലും കുറവായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് വരികയാണ്. അതാണ് മൂന്നാമത്തെ സാധ്യത. അതാണ് ഈ ഡിഫ്ലേഷണറി ഗ്യാപ്പിലോട്ട് എത്തുന്നത്. നമുക്കിനി ഇൻഫ്ലേഷണറി ഗ്യാപ്പ് അഥവാ അല്ലെങ്കിൽ എക്സസ് ഡിമാൻഡ് എങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാമേ. ഇൻഫ്ലേഷണറി ഗ്യാപ്പ്, അതിൻ്റെ ഡയഗ്രാം റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് അറൈസസ് വെൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എക്സീഡ്സ് ദ ലെവൽ ഓഫ് ആഗ്രിഗേറ്റ് സപ്ലൈ അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റിലുള്ള അഗ്രിഗേറ്റ് സപ്ലൈനേക്കാളും കൂടുതൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് വരികയാണെങ്കിൽ അതാണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പിലോട്ട് എത്തുന്നത്. നമ്മളിവിടെ നോക്കാം, ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സസ് ഡിമാൻഡ് ഓവർ അഗ്രിഗേറ്റ് സപ്ലൈനേക്കാളും കൂടുതൽ ഡിമാൻഡ് വരികയാണ്. നമുക്ക് നമ്മുടെ ഈ ഡയഗ്രത്തിലോട്ടൊന്ന് നോക്കാമേ. ഡയഗ്രത്തിന് 2 ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ ഇൻകം ഓർ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യുന്നു. വൈ ആക്സിസിൽ വി ഹാവ് ദിസ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഓർ അഗ്രിഗേറ്റ് സപ്ലൈ, അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓക്കെ, എന്നിട്ട് ഇവിടെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വന്നിട്ടുണ്ട്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്, 45 ഡിഗ്രി ആംഗിളാണ് അഗ്രിഗേറ്റ് സപ്ലൈ. അത് ഫിക്സ്ഡ് ആണ്. ദെൻ ഇനിഷ്യലി വി ഹാവ് ദിസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് AD1 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. C+I+G, കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, അതാണ് ഇനിഷ്യൽ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. സോ ഇതാണ് അഗ്രിഗേറ്റ് സപ്ലൈ. ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ അഗ്രിഗേറ്റ് ഡിമാൻഡായ കർവ്, ഇതാണ് ഇനിഷ്യൽ ഡിമാൻഡ് കർവ്. AD1നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, കൂട്ടിമുട്ടുന്ന പോയിന്റ് E1. സോ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y1 ആണ്. അപ്പം ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എക്കോണമി ഇക്വിലിബ്രിയത്തിലാകുന്ന സമയത്ത് ഡിമാൻഡ് കൂടുക, അഗ്രിഗേറ്റ് സപ്ലൈനേക്കാളും കൂടുതൽ ഡിമാൻഡ് ആവുന്ന സ്റ്റേജാണ്. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ സ്റ്റേജ്. ഇതാണ് AD1 അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ദിസ് ഈസ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ഇക്വിലിബ്രിയം E1, ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y2. ഓക്കെ, ഇനി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, so in the diagram 1, the economy is in full employment, output is Y1. Y1 ആണ് എക്കോണമിയുടെ full employment output നമ്മൾ കണ്ടു. However, due to an increase in aggregate demand resulting from higher consumption, investment or government expenditure plus delta G, the aggregate demand curve shift upward from C+I+G is equal to AD1 to C+I+G plus delta G is equal to AD2. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് കൺസംഷൻ കൂടി, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി. അതുകൊണ്ട് ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു? മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അതാണ് C+I+Gയുടെ കൂടെ ഒരു പ്ലസ് ഡെൽറ്റ ജി കണ്ടോ? പ്ലസ് ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടി. അപ്പോൾ പുതിയ ഡിമാൻഡ് കർവ് വന്നു, ദാറ്റ് ഈസ് AD2. സോ ഇതാണ് പുതിയ ഡിമാൻഡ് കർവ് AD2. അപ്പം പുതിയ ഇക്വിലിബ്രിയത്തിലെത്തി, ദാറ്റ് ഈസ് E3. അപ്പം നമുക്കറിയാം അഗ്രിഗേറ്റ് സപ്ലൈ ഫിക്സ്ഡാ. ഫുൾ എംപ്ലോയ്മെൻറ്റിൽ അഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ദിസ് വൺ, ഇത്ര ഇവിടെയാണ് വരുന്നത്. പക്ഷേ ഡിമാൻഡ് എത്ര കൂടി? ഡിമാൻഡ് ഇത്രയും കൂടി. ഇതായിരുന്നു ഫുൾ എംപ്ലോയ്മെൻറ്റിലെ ഡിമാൻഡ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടിയത് കൊണ്ട് ഡിമാൻഡ് കർവ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോഴത്തെ ഡിമാൻഡ് കർവ് എന്നതാ? AD2, ദാറ്റ് ഈസ് C+I+G plus ഡെൽറ്റ ജി. അപ്പം നോക്കിയേ, ഡിമാൻഡ് കർവ് പൊങ്ങി നിൽക്കുന്നു, അഗ്രിഗേറ്റ് സപ്ലൈ ഇവിടെ ഇത്രയേ ഉള്ളൂ. സോ എക്സസ് ഡിമാൻഡ്, ഫുൾ എംപ്ലോയ്മെൻറ്റിൽ
എക്സസ് ഡിമാൻഡ് വരുന്നു. അത് ഇൻഫ്ലേഷന് കാരണമാകുന്നു. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എക്സസ് ഡിമാൻഡ് വന്നെങ്കിൽ മാത്രമേ ഇൻഫ്ലേഷൻ ഉണ്ടാകത്തുള്ളൂ. ഫുൾ എംപ്ലോയ്മെൻറ്റിന് മുമ്പാണ് എക്സസ് ഡിമാൻഡ് വരുന്നതെങ്കിൽ അത് ഔട്ട്പുട്ട് ഇൻക്രീസിനെ വഴിതെളിക്കത്തുള്ളൂ. ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എക്കോണമി ഫുൾ എംപ്ലോയ്മെൻ്റ് ആകുമ്പം എപ്പോൾ എക്സസ് ഡിമാൻഡ് വരുന്നു ഓട്ടോമാറ്റിക്കലി ഇറ്റ് മേ ലീഡ് ടു ഇൻഫ്ലേഷൻ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് ആക്ച്വലി ഇൻഫ്ലേഷണറി ഗ്യാപ്പ്. എക്സസ് ഡിമാൻഡ് ഓവർ എക്സിസ്റ്റിംഗ് സപ്ലൈ ഇത്രയേ ഉള്ളൂ. ഓക്കെ. അതേ ഡയഗ്രം തന്നെ വീണ്ടും നമ്മൾ കാണുവാണ്. അപ്പം നമുക്കറിയാം പുതിയ ഡിമാൻഡ് കർവ് AD2 ആണ്. സോ പുതിയ ഡിമാൻഡ് കർവ് AD2 ആകുമ്പം പുതിയ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക OY2. പക്ഷെ നമുക്കറിയാം എക്കോണമി ഫുൾ എംപ്ലോയ്മെൻ്റ് അല്ലേ, ഇനി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എക്കോണമിക്ക്? മാക്സിമം ഫുൾ എംപ്ലോയ്മെൻ്റ് തന്നെ മാക്സിമം റിസോഴ്സസ് ഉപയോഗിച്ചുള്ള ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് OY1. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ ന്യൂ ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് as Y2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ Y1. പുതിയ ഡിമാൻഡ് കർവ് AD2 അല്ലേ, ഈ AD2ഉം AS കർവും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ട്രീയിൽ നേരെ താഴോട്ട് വരുമ്പം ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? Y2 ആ. പക്ഷെ എന്താ സംഭവം? അത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിനേക്കാളും കൂടുതലാണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് Y1 ആ, അതിൽ കൂടുതലാണ് Y2. ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് E2 E1 അതാണ് എന്ത് കാണിക്കുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഇൻഫ്ലേഷണറി ഗ്യാപ്പ്, ദാറ്റ് ഈസ് എക്സസ് ഡിമാൻഡ് ഇൻ ദ എക്കോണമി. Since the resources are already fully employed at Y1, the additional demand cannot increase output. നമുക്കറിയാം റിസോഴ്സസ് ഓൾറെഡി ഫുൾ എംപ്ലോയ്മെൻറ്റ് Y1ലെത്തി. ഇനി ഇപ്പോൾ ഡിമാൻഡ് കൂടി, E1 E2 എക്സസ് ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞ് അഡീഷണലി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എക്കോണമിക്ക് പറ്റത്തില്ല. കാരണം എക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിലാണ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് 100 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുന്നുള്ളെങ്കിൽ അത് ഫുൾ എംപ്ലോയ്മെൻറ്റ്, അതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടി നിൽക്കുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു. അതാണ് ഈ പണപ്പെരുപ്പത്തിന് കാരണമാകുന്നത്. സിൻസ് ദ റിസോഴ്സ്, അതാ പറയുന്നത്, സിൻസ് ദ റിസോഴ്സസ് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്, ഫുള്ളി എംപ്ലോയിഡ്, റിസോഴ്സൊക്കെ ഫുള്ളി എംപ്ലോയിഡ് ആയി, അതുകൊണ്ട് ദ അഡീഷണൽ ഡിമാൻഡ് കനോട്ട് ഇൻക്രീസ് ഔട്ട്പുട്ട്. കൂടുതൽ ഡിമാൻഡ് ഉണ്ടായി എന്ന് പറഞ്ഞ് കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസ്റ്റഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ആൻഡ് റൈസിംഗ് പ്രൈസസ്. അത് എന്തിനെ വഴിതെളിക്കത്തുള്ളൂ? ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പത്തിനെ വഴിതെളിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് E2 E1 ആണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷേഴ്സ് നോക്കാം. മാക്രോ എക്കണോമിക് പോളിസീസ്, ഫിസിക്കൽ പോളിസി ഉണ്ട്, മോണിറ്ററി പോളിസി ഉണ്ട്. സോ ഫിസിക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന പോളിസീസ്. മോണിറ്ററി മെഷേഴ്സ് എന്ന് പറയുന്നതോ സെൻട്രൽ ബാങ്ക് ഓർ മോണിറ്ററി അതോറിറ്റി ഓഫ് എ പർട്ടിക്കുലർ കൺട്രി, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആകാം, അവർ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസീസ്. ഫിസിക്കൽ മെഷേഴ്സിൽ ഒന്നാമത്തേത് റെഡ്യൂസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഇപ്പം പണപ്പെരുപ്പ, എല്ലാവരുടെയും കയ്യിൽ പൈസയാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് കുറയ്ക്കും. ആൻഡ് ഓൾസോ ഗവൺമെൻറ് എന്ത് ചെയ്യും? ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള എക്സസ് പണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടും. ആൻഡ് ഓൾസോ ഗവൺമെൻറ് എന്ത് ചെയ്യും? ജനങ്ങളുടെ കയ്യിൽ നിന്ന് കടം മേടിക്കും. കടപ്പത്രമൊക്കെ വിറ്റ് പൈസ ഇങ്ങോട്ട് മേടിക്കും, ഗവൺമെൻറ്റിൻ്റെ കയ്യിലോട്ട് പണം എത്തിക്കും. ദാറ്റ് ഈസ് പബ്ലിക് ബോറോയിങ്. അപ്പോഴും ജനങ്ങളുടെ കയ്യിലെ പണം കുറയും. മോണിറ്ററി മെഷേഴ്സ് ബൈ സെൻട്രൽ ബാങ്ക്. അപ്പം സെൻട്രൽ ബാങ്കിൻ്റെ ലക്ഷ്യം എന്താ? എക്കോണമി, ജനങ്ങളുടെ കയ്യിൽ പണം കുറച്ച് എത്താവുള്ളൂ. പണം കൂടുതൽ വരുന്നതുകൊണ്ട് അവർ എക്സസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്നതും പണപ്പെരുപ്പത്തിന് കാരണമാവുന്നത്. അപ്പോൾ RBI എന്നാ ചെയ്യുന്ന നോക്കാം. RBIക്ക് നമ്മുടെ ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI എന്നാ ചെയ്യുന്നറിയോ? റിസർവ് ബാങ്ക്, നമ്മുടെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യൻ കേസ് ആണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും. അപ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ RBI പലിശ നിരക്ക് കൂട്ടും. RBI പലിശ നിരക്ക് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊമേഴ്ഷ്യൽ ബാങ്ക്സും പലിശ കൂട്ടും. ഇപ്പോൾ ബാങ്കിൽ നിന്ന് വായ്പ കിട്ടുന്നതൊക്കെ ഭയങ്കര പാടാവും. അതാണ് ഡിയർ മണി ബിക്കംസ് ഡിയർ. ഓക്കെ, സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ബാങ്ക്സിൽ നിന്ന് വായ്പ കിട്ടൽ കുറയും, സോ വ്യവസായം കുറയും, ആൾക്കാരുടെ ജോലി കുറയും, ഇൻകം കുറയും, ഡിമാൻഡ് കുറയും. പിന്നെന്താ? RBI CRR SLRും കൂട്ടും. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും തങ്ങളുടെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ക്യാഷ് ആയിട്ട് എല്ലാ ദിവസവും RBIയിലോട്ട് കൊടുക്കണം. അപ്പോൾ അത് എത്ര ശതമാനം കൊടുക്കണം, എന്ത് റേറ്റിൽ കൊടുക്കണമെന്ന് കാണുന്നതാണ് CRR. ഓക്കെ, അപ്പം RBI എന്നാ ചെയ്യും? CRR കൂട്ടും. അപ്പോൾ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും കുറേ പൈസ ക്യാഷായിട്ട് RBIക്ക് കൊടുക്കേണ്ടി വരും. SLR എന്ന് പറഞ്ഞാൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും തങ്ങളുടെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ്സിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടോ അതത് ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം. അതിൻ്റെ റേറ്റാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ SLRും RBI കൂട്ടും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ കുറേ പൈസ SLR ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടി വരും. അപ്പം കടം
അതായത് ആവശ്യക്കാർക്ക് കടം ഒത്തിരി കൊടുക്കാൻ പറ്റാതെ വരും. ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ ലഭ്യത കുറയും. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിൽ RBI എന്ത് ചെയ്യും? RBIയുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് എല്ലാം കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഒന്ന് വിൽക്കും. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അത് മേടിക്കേണ്ടി വരും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ ലഭ്യത കുറയാനിത് കാരണമാകും. സോ ഇനി നമ്മൾ നോക്കുന്ന ഡിഫ്ലേഷണറി ഗ്യാപ്പ്, ദാറ്റ് ഈസ് ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ്. എക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിലാകുമ്പോൾ, ഫുൾ എംപ്ലോയ്മെൻറ്റിൽ ഉൽപ്പാദനം നടത്തുമ്പോൾ പക്ഷേ ഡിമാൻഡ് കുറവാണ്. ഓക്കെ, ദാൻ സപ്ലൈനേക്കാളും കുറവ് ഡിമാൻഡ് വരുന്നത്, ദാറ്റ് ഈസ് ഡിഫ്ലേഷണറി ഗ്യാപ്പ്. എ ഡിഫ്ലേഷണറി ഗ്യാപ്പ് occurs when the aggregate demand is insufficient to purchase the full level of output at which economy is operating at full employment. എക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസോഴ്സ് എല്ലാം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുക, പക്ഷേ ഡിമാൻഡ് ആവശ്യത്തിന് വരുന്നില്ല. അതുകൊണ്ടാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻസഫിഷ്യൻ്റ്. റിസോഴ്സസ് മൊത്തം പർച്ചേസ് ചെയ്യാൻ ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുന്നു, ഡിമാൻഡ് അത്രയും വരുന്നില്ല. അതുകൊണ്ടാണ് ഡിഫ്ലേഷണറി ഗ്യാപ്പ് ഉണ്ടാകുന്നത്. നമുക്ക് ഡയഗ്രത്തിലോട്ട് പോവാം. അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ y axis and the income and output is measured on is placed on x axis and this is the 45-degree angle AS. അഗ്രിഗേറ്റ് സപ്ലൈ അത് ഫിക്സ്ഡ് ആണ്. ഇനിഷ്യൽ ഇക്ലിബ്രിയം എന്ന് പറയുന്നത് ഇതാണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് AD1 C+I+G. അപ്പം അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമാവുന്ന പോയിന്റ് E1. സോ ഔട്ട്പുട്ട് എത്രയാ? Y1 ആണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്നാ, ഒരുപക്ഷെ കൺസംഷൻ കുറഞ്ഞതാകാം, അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് കുറച്ചു. ഓക്കെ, അതാണ് പറയുന്നത് C+I+G -G. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് കുറച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. കണ്ടോ, AD2. ഓക്കെ, അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റിലായിരുന്നു എക്കോണമി, പക്ഷെ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കുറഞ്ഞു പോയി. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം ഡിമാൻഡ് കർവ് എന്ന AD2. അപ്പോൾ നോക്കിയേ, പുതിയ ഇക്വിലിബ്രിയം E3 ആയിപ്പോയി. അപ്പം ഡിമാൻഡിന് കുറവുണ്ട്, ദാറ്റ് ഈസ് E1 E2. അതാണ് ഡിഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ അത് എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻ ദ ഡയഗ്രാം 2, എക്കോണമീസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് ഈസ് Y1. എക്കോണമിയുടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y1 ആണ്. ബട്ട് ഡ്യൂ ടു എ fall in aggregate demand, for example lower consumption, reduced investment or a decrease in government expenditure, the aggregate demand curve shifts downwards from C+I+G to AD1 to AD2. കൺസംഷൻ കുറഞ്ഞതാകാം, ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് കൊണ്ട് അങ്ങനെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദിസ് ഡിമാൻഡ് കർവ് താഴോട്ട് ഷിഫ്റ്റായി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? ദിസ് ലോവേഴ്സ് ദ ഇക്വിലിബ്രിയം ഇൻകം ടു Y1. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം Y1 നിന്ന് Y2 ആയിട്ട് കുറയുക, വിച്ച് ഈസ് ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ. എക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ Y1 അല്ലേ, Y2 ആയിപ്പോയി. കാരണം ഇറ്റ് ഈസ് ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ബിക്കോസ് ഓഫ് ദ റെഡ്യൂസ്ഡ് ഡിമാൻഡ് E1 E2. So the vertical distance E1 E2 ആണ് എന്ത് കാണിക്കുന്നത്? Deflationary gap. The vertical distance E1 E2 represents the deflationary gap, that is the shortfall of demand required to reach full employment. Full employment reach ചെയ്യാൻ വേണ്ടിയിട്ട് എത്താൻ പറ്റാത്ത ഡിമാൻഡിൻ്റെ കുറവ്, അതാണ് യഥാർത്ഥത്തിൽ ഡിഫ്ലേഷണറി ഗ്യാപ്പ് കാണിക്കുന്നത്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എത്താൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദ reduced demand. This leads to unemployment, underutilized resources and downward pressure on prices. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, ഡിമാൻഡ് കുറവാണെങ്കിൽ പ്രൊഡക്ഷൻ കുറയും, കുറേ പേരുടെ തൊഴിൽ നഷ്ടപ്പെടും, റിസോഴ്സസ് കുറയും. ആൾക്കാർ ഓർക്കുക, 100 പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ 50 പ്രോഡക്റ്റേ ഡിമാൻഡ് വരുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? ആൾക്കാർ റിസോഴ്സസ് ഫുള്ളി യൂസ് ചെയ്യത്തില്ല, അവർ 50 പ്രോഡക്റ്റേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കുറയുന്നത് കൊണ്ട് പ്രൈസും കുറയും, ദാറ്റ് ഈസ് ഡിഫ്ലേഷൻ. പ്രൈസ് കുറയുന്ന അവസ്ഥയിലോട്ട് എത്തും. ഇനി നമുക്ക് ആൻറ്റി ഡിഫ്ലേഷണറി മെഷേഴ്സ് നോക്കാം. അതായത് ഈ സാമ്പത്തിക മാന്ദ്യം, സാധനത്തിനൊന്നും വിലയില്ല, ആ അവസ്ഥ മാറാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കും എന്തൊക്കെ ചെയ്യും നമുക്ക് നോക്കാം. ഫിസിക്കൽ മെഷേഴ്സ് ബൈ ഗവൺമെൻറ് എന്ത് ചെയ്യും? ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂട്ടാൻ വേണ്ടി, ജനങ്ങളുടെ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി കുറേ സ്പെൻഡ് ചെയ്യും, ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. പിന്നെ എന്ത് ചെയ്യും? ഗവൺമെൻറ് വിൽ റെഡ്യൂസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്, ടാക്സ് കുറയ്ക്കും. ആൻഡ് ഓൾസോ ഗവൺമെൻറ് ക്യാൻ റിസോർട്ട് ടു ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് ക്യാൻ ബോറോ ഫ്രം സെൻട്രൽ ബാങ്ക് ടു ഇൻജെക്ട്. ഗവൺമെൻറ് സെൻട്രൽ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യും, അല്ലെങ്കിൽ കറൻസി പ്രിൻറ്റ് ചെയ്യും, എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും ആ പണം. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ പണം എത്തുകയും ഡിമാൻഡ് കൂടുകയും സാധനത്തിൻ്റെ വില കൂടുകയും ചെയ്യും.
മോണിറ്ററി മെഷേഴ്സ് ബൈ സെൻട്രൽ ബാങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. അതായത് നേരത്തെ ഇൻഫ്ലേഷൻ്റെ സമയത്ത് സെൻട്രൽ ബാങ്ക് പലിശ കൂട്ടിയെങ്കിൽ ഡിഫ്ലേഷൻ്റെ സമയത്ത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? പലിശ കുറയ്ക്കും. അപ്പം നമുക്കെല്ലാം ബാങ്കിൽ നിന്ന് പലിശ കുറച്ച് വായ്പ കിട്ടും. ബിസിനസ്സുകാർക്കൊക്കെ ധാരാളം വായ്പ കിട്ടും. പ്രൊഡക്ഷൻ കൂടും, എംപ്ലോയ്മെൻറ്റ് കൂടും. റെഡ്യൂസ് CRR ആൻഡ് SLR. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അതത് ബാങ്കിലോ സെൻട്രൽ ബാങ്കിലോ കൊടുക്കേണ്ട പണത്തിൻ്റെ ആ തോത് കുറയും. സോ ദാറ്റ് ബാങ്കിലൊക്കെ ആവശ്യത്തിന് പണമാകും, ആവശ്യത്തിന് ബാങ്ക് ലോൺ കൊടുക്കും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. സെൻട്രൽ ബാങ്ക് ഓപ്പൺ മാർക്കറ്റിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി മേടിക്കും. എന്നിട്ട് ആ സെക്യൂരിറ്റീസിൻ്റെ പൈസ കൊമേഴ്ഷ്യൽ ബാങ്ക്സിലോട്ട് എത്തിക്കും. സോ ദാറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്ത് ചെയ്യാൻ പറ്റും? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലെ സെക്യൂരിറ്റി സെൻട്രൽ ബാങ്കിലോട്ട് പോവുകയും അതിൻ്റെ പണം കൊമേഴ്ഷ്യൽ ബാങ്കിലോട്ട് എത്തുന്നത് കൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഈസി ആയിട്ട് വായ്പ കൊടുക്കാൻ പറ്റുകയും അങ്ങനെ ഡിഫ്ലേഷനിൽ നിന്ന് എക്കോണമീനെ രക്ഷപ്പെടുത്താൻ പറ്റുകയും ചെയ്യും.